ഓം തപോവനം ശ്രീ സത്യസായി സച്ചരിതം അധ്യായം 2 ശ്രീസായി പാർത്ഥിസായി. സത്യസായി ബാബ ആരാണ്? അമിതമായ അസാധാരണ മാനവാതീതമായ വശീകരണ ശക്തിയുള്ള സ്വാമി. സത്യത്തിൽ ഈശ്വരൻ തന്നെയോ അവിടുന്ന് അവതാരമോ? നമുക്ക് നമ്മുടെ പ്രകൃതം പോലും പൂർണ്ണമായി അറിയില്ല. ഏറ്റവും അടുത്തിടപഴകുന്നവരുടെ ശരിയായ പ്രകൃതവും മനസ്സിലാകാൻ നമുക്ക് കഴിവില്ല. അപ്പോൾ പിന്നെ അവതാരത്തിൻ്റെ സങ്കീർണമായ വ്യക്തിത്വവും തത്വവും എങ്ങനെ ഗ്രഹിക്കാനാവും? ചന്ദ്രനെക്കുറിച്ചെങ്കിലും അറിയാൻ നമുക്ക് ചന്ദ്രകിരണങ്ങളെ തന്നെ ആശ്രയിക്കേണ്ടി വരും. കത്തി നിൽക്കുന്ന വിളക്കുകൾ ചൂണ്ടി അതുപോലെയാണ് ചന്ദ്രപ്രകാശം എന്ന് പറയുന്നത് ഫലവത്തല്ല. അതുപോലെ സായി പ്രഭുവിനെ മനസ്സിലാക്കുക എന്ന സാഹസ്യ കർമ്മത്തിന് നാം മുതിർന്നാൽ അതിനുള്ള മാനദണ്ഡം സ്വാമി തന്നെ ആട്ടിയിട്ടുള്ള ലീലകളും നൽകിയിട്ടുള്ള സന്ദേശങ്ങളും മാത്രമാണ്. ജ്യോതി അതിപ്പള്ളി സോമപ്പ. അന്ന് നവംബർ 25, വർഷം 1958. പ്രശാന്തി നിലയത്തിൽ സ്വാമിയുടെ പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ശേഷം വെങ്കിട്ടരാമനും കുടുംബവും കാറിൽ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. അവർ ബാഗേപ്പള്ളിയിൽ ചെന്ന് കാണും. അപ്പോഴാണ് കൂടെയുള്ള കൊച്ചു കുഞ്ഞിൻ്റെ ഗീതാസുധയുടെ ശ്വാസം നിലച്ചിരിക്കുന്നത് അറിഞ്ഞത്. കുഞ്ഞ് മരിച്ചു, അല്ലെങ്കിൽ മരണത്തിൻ്റെ വക്കിലാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. പിടയുന്ന ഹൃദയത്തോടെ അവർ സഹായത്തിനായി ചുറ്റും നോക്കി. എവിടെ നിന്നറിയില്ല ഒരു വൃദ്ധൻ വന്നു. കാഴ്ചയിൽ കർഷകൻ. അയാൾ അടുത്തെത്തി കുട്ടിയെ എടുത്തു. ആ സ്പർശനം മാത്രമേ കുഞ്ഞ് ചിലിക്കാനും കരയാനും ആരംഭിച്ചു. മരിച്ചെന്ന് കരുതിയിരുന്ന കുഞ്ഞ് കൈകാലിട്ടടിച്ച് ജീവൻ്റെ ലക്ഷണം കാണിച്ചു തുടങ്ങി. അത് കണ്ടു നിന്നവർ വിസ്മയിച്ചു. കുഞ്ഞിൻ്റെ പിതാവ് വെങ്കിട്ടരാമൻ കൃതജ്ഞതാപൂർവം ₹1 അജ്ഞാതനായ സഹായിക്ക് നൽകി. അദ്ദേഹം അത് വിനയപൂർവ്വം നിരസിച്ചു. അങ്ങയുടെ പേർ? വെങ്കിട്ടരാമൻ തിരക്കി. ജോഡി അതിപ്പള്ളി സോമപ്പ എന്ന് വിളിക്കുന്നു. പിന്നീട് ഈ സംഭവം സ്വാമി കസ്തൂരിയോട് വിവരിക്കുകയുണ്ടായി. ഞാൻ അവിടെ ചെന്ന് വൃദ്ധനായ ഗ്രാമീണൻ്റെ രൂപത്തിൽ. സ്വാമി തുടർന്നു, ഞാനാണ് മരിച്ചു കഴിഞ്ഞ കുഞ്ഞിനെ വീണ്ടും ജീവൻ നൽകിയത്. സ്വാമി എന്തുകൊണ്ട് ഈ പ്രത്യേക നാമം സ്വീകരിച്ചു? അതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നറിയാൻ കസ്തൂരി ആഗ്രഹിച്ചു. ഭഗവാൻ വിശദീകരിച്ചു. ആദിപ്പള്ളി എന്നാൽ മൂലഗ്രാമം, അതായത് യഥാർത്ഥ സ്ഥാനം. അത് മറ്റൊന്നുമല്ല, കൈലാസം തന്നെ, ശ്രീ പരമേശ്വരൻ്റെ വാസസ്ഥാനം. ജ്യോതി എന്നാൽ 2, സോമപ്പ എന്നാൽ ഉമയും മഹേശ്വരനും, അതായത് ശിവനും ശക്തിയും. അങ്ങനെ ഭഗവാൻ ശ്രീ സത്യസായി ബാബ താൻ ആരെന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തി. അവിടുന്ന് ശിവശക്തി സ്വരൂപം തന്നെ. മറ്റൊരു അവസരത്തിൽ കൈലാസം എന്നു പേരുള്ള ഒരാളോട് സ്വാമി ആ പേരിൻ്റെ അർത്ഥം തിരക്കി. ഭക്തൻ അന്താളിച്ചുപോയി. അദ്ദേഹത്തിന് അറിയില്ല. സ്വാമിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം ഒരാഴ്ചയോളം തിരിഞ്ഞു. പിന്നീട് സ്വാമി തന്നെ വിശദീകരിച്ചു. കൈലാസം എന്നാൽ ഏറ്റവും വെടിപ്പായ പരമ പരിശുദ്ധമായ മായ സ്ഫടികം, കളങ്കലേശമില്ലാത്ത ഹൃദയത്തിൻ്റെ പ്രതീകം കൂടിയാണിത്. ശ്രീ പരമേശ്വരൻ തൻ്റെ വാസസ്ഥാനമായി കൈലാസം തിരഞ്ഞെടുത്തു. മാത്രമല്ല അവിടുന്ന് പരിശുദ്ധ ഹൃദയത്തിലും വസിക്കുന്നു. പ്രേമകുടീരം. ബാഗിപ്പള്ളി ഹൈവേക്ക് സമീപം ഒരു സൗധമുണ്ട്. പ്രേമകുടീരം എന്നതറിയപ്പെടുന്നു. സമീപം അതിമനോഹരമായ സർവധർമ്മസ്തൂപം. ലോകമതങ്ങളുടെ സാരം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇത് നിർമ്മിച്ച കാലത്ത് പ്രേമകുടീരം എന്നല്ല അറിയപ്പെട്ടിരുന്നത്. അത് അറിഞ്ഞിരുന്നത് ശ്രീ സത്യസായി സേവാ ശിബിരം. അതിൻ്റെ സംഘാടകരായിരുന്ന സായി ഭക്തന്മാർ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ തീർത്ഥാടകർ പ്രശാന്തി നിലയത്തിലേക്ക് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ലഘുഭക്ഷണം കൊടുക്കുമായിരുന്നു. ഈ സമർപ്പണ സേവനത്തിൻ്റെ മഹനീയത കണ്ട് ഭഗവാൻ അവരെ പ്രത്യേകം അഭിനന്ദിച്ചു. അനുഗ്രഹം ചുരിഞ്ഞു. 1980 നവംബർ 30 സ്വാമി ശിബിരത്തിലെത്തി. സംഘാടകരോട് അവിടുന്ന് അരുളി, നന്മ ചെയ്യാനായി സമർപ്പിക്കപ്പെട്ടവരിൽ എൻ്റെ അനുഗ്രഹവർഷം സദാ ഉണ്ടായിരിക്കും. സ്വാമിയുടെ അനുഗ്രഹത്തിന് പ്രചോദിതരായി ശിബിരം പ്രവർത്തനങ്ങൾ വിപുലമാക്കി ഊർജ്ജസ്വലമാക്കി. പിന്നീട് സർവധർമ്മ സമന്വയ ട്രസ്റ്റ് രൂപം പൂണ്ടു. സേവാസദനം, അനാഥ മന്ദിരം, വൃദ്ധമന്ദിരം എന്നിവകളുണ്ടായി. ഒരിക്കൽ അഞ്ജലി ദേവിയും പ്രശസ്ത തെലുങ്ക് നടി പി ശുശൂലയും പ്രസിദ്ധ സംഗീതജ്ഞ ചില സുഹൃത്തുക്കളും കൂടി പുട്ടപർത്തിയിലേക്ക് പോവുകയായിരുന്നു. സംഘാടകർ അവരെ ഉപചാരപൂർവ്വം സ്വീകരിച്ചു. ശിബിരത്തിലുണ്ടാക്കുന്ന പ്രസാദം കഴിച്ചിട്ട് പോകാനും അപേക്ഷിച്ചു. ആ എളിയ അപേക്ഷ പ്രശസ്തരായ യാത്രികർ സ്വീകരിച്ചില്ല. സാധാരണ കാണുന്നത് പോലെ സിനിമാക്കാരോടുള്ള കമ്പമായിരിക്കും ക്ഷണത്തിന് കാരണമെന്ന് അവർ കരുതി. വിനയപൂർവ്വമുള്ള ക്ഷണം അവഗണിച്ച് അവർ യാത്ര തുടർന്നു. അവർ പ്രശാന്തി നിലയത്തിലെത്തി. സ്വാമിയെ കണ്ട് ഭഗവാൻ അവരെ സൗമ്യമായി ശകാരിച്ചു. ഞാനിവിടെ പ്രശാന്തി നിലയത്തിൽ മാത്രമല്ല ഉള്ളത്, അവിടെ ബാഗിപ്പള്ളി സേവാ ശിബിരത്തിലുമുണ്ട്. സ്വാമി പറഞ്ഞത് കുറിക്കൊണ്ടു. തിരിച്ചുള്ള യാത്രയിൽ അവർ ശിബിരത്തിലിറങ്ങി സംഘാടകരോട് അത്യധികമായി ക്ഷമ ചോദിച്ചു. പിന്നെ വിനയപൂർവ്വം പ്രസാദം സ്വീകരിച്ചു. ഇഷ്ടാനുസരണം പല പല രൂപങ്ങൾ കൈക്കൊണ്ട് ബാഗിപ്പള്ളിക്ക് ചുറ്റും സ്വാമി സഞ്ചരിക്കാറുണ്ടായിരുന്നു. അവിടെ താമസിക്കുന്നവരുടെ ക്ഷേമാന്വേഷണത്തിനായി തന്നെ സംശയമില്ല. 1996 ജൂൺ 7 വൃദ്ധസദനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്വാമി അരുളി, ഈ ശിബിരം പ്രേമകുടീരമാണ്. ശ്രീ സത്യസായി പ്രേമകുടീരം. അന്നു മുതൽ അത് ഈ പേരിനാൽ അറിയപ്പെടുന്നു. പവിത്രമായ തൃപ്പാദപത്മങ്ങളുടെ കൂടെയുള്ള സ്പർശനം മൂലം പ്രേമകുടീരം പരിപൂരിതമാക്കും. 2000 ജൂൺ 11 ഭഗവാൻ വീണ്ടും പ്രേമകുടീരം സന്ദർശിച്ചു. ഭക്തരുടെ സന്തോഷത്തിനായി വൃദ്ധക്കൾക്കുള്ള വിശ്രമ മന്ദിരവും ഗോശാലയും ഗണേശ ക്ഷേത്രവും ഉദ്ഘാടനം ചെയ്തു. ബാവ ശിവശക്തി സ്വരൂപം. ഒരിക്കൽ ഭഗവാൻ ഭക്തർക്കൊപ്പം ചിത്രാലയ തീരത്ത് നടക്കുന്ന സമയത്ത്
അവിടുന്ന് വിശ്വവശ്യമായി മന്ദഹസിക്കുന്നു, ചാരുതയോടെ നടക്കുന്നു. ഇക്കാഴ്ച ഒരു ഫോട്ടോഗ്രാഫറെ ആകർഷിച്ചു. അയാൾ ഉടനെ സ്വാമിയുടെ ചിത്രമെടുക്കാൻ ഒരുങ്ങി. അദ്ദേഹം അപേക്ഷിച്ചു, സ്വാമി, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ? ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് സ്വാമി പറഞ്ഞു, വേണ്ട ബംഗാരു, വേണ്ട. പക്ഷേ ഫോട്ടോഗ്രാഫർ ക്യാമറയിൽ ക്ലിക്ക് ചെയ്തു. പിന്നീട് ഫിലിം കഴി പ്രിൻ്റ് എടുത്തു. ഫോട്ടോഗ്രാഫിൽ തെളിഞ്ഞു വന്നത് അർദ്ധനാരീശ്വരനായ സ്വാമി. കാലം ഏതാണ്ട് 1945. ദസറ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഘോഷയാത്ര പുട്ടപർത്തിയിലെ പഴയ മന്ദിരത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ അർദ്ധനാരീശ്വര വേഷത്തിൽ സ്വാമി വസ്ത്രം ധരിക്കുക പതിവായിരുന്നു. ആത്മീയ ഔന്നിത്യമേകുന്ന ആ രൂപം സന്ദർശിച്ചവരിൽ സ്വാമിയുടെ തീവ്ര ഭക്തകളായ കുമാരമ്മയും സാക്കമ്മയും ഉണ്ടായിരുന്നു. ആ മഹനീയ ദർശനം കൂടെ കൂടെ അവർ ഓർമ്മിക്കുമായിരുന്നു. ത്രേതായുഗത്തിൽ മഹാനായൊരു മഹർഷി ഉണ്ടായിരുന്നു, ഭരദ്വാജമുനി. അദ്ദേഹം വേദപഠനത്തിൽ ഉത്സുകൻ. 100 വർഷത്തോളം വേദപഠനത്തിനായി ചെലവഴിച്ചു. എന്നിട്ട് പഠനം പൂർത്തിയായില്ല. വേദം പഠിച്ചു തീർക്കാനാവില്ലെന്ന് അറിഞ്ഞതോടെ മുനി ദേവേന്ദ്ര പ്രതിക്ക് തപസ് ആരംഭിച്ചു. ഒടുവിൽ ദേവപതി ദർശനമേകി അരുളി, മുനി, അങ്ങേക്ക് വേദം മുഴുവൻ ഗ്രഹിക്കുക അസാധ്യ നിഷ്ഫലമായ ഈ കർമ്മത്തിൽ നിന്നും പിൻവാങ്ങൂ. പകരം സവിത്രായാഗം ചെയ്യുക. വേദപഠനത്തിൽ നിന്നും അങ്ങ് ആഗ്രഹിക്കുന്ന ആത്മീയ പൂർണ്ണത ഈ യാഗത്തിൽ നിന്നും ലഭിക്കും. ദേവേന്ദ്രൻ അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങളും ഉപദേശിച്ചു. പാർവതീദേവി യാഗത്തിൽ സന്നിധനാകണമെന്ന് മുനി അതിയായി ആഗ്രഹിച്ചു. ദേവിയെ നേരിട്ട് ക്ഷണിക്കാനായി മഹർഷി കൈലാസത്തിലെത്തിയപ്പോഴും ശ്രീ പാർവതി പരമേശ്വരന്മാർ ആനന്ദ നടനം ചെയ്യുന്നു. ദേവനും ദേവിയും അതിൽ മുഴുകിയിരിക്കുകയാണ്. മഹർഷിക്ക് കാര്യം പറയാൻ പഴുതു കിട്ടിയില്ല. മഹർഷി കാത്തിരുന്നു. ആ കാത്തിരിപ്പ് 7 ദിവസം നീണ്ടു. ഇതിനിടയിൽ മഹാദേവ ദർശനം സാധിച്ചു. ദേവിയെ കടാക്ഷം ലഭിച്ചില്ല. മഹർഷി ദുഃഖിതനും നിരാശനുമായി. 8ാം നാൾ ദേവി മുനിയെ കണ്ടു. കൺകോളുകൾ കൊണ്ടൊരു കടാക്ഷം നൽകി മൃദുവായി പുഞ്ചിരിച്ചു. പിന്നെ പെട്ടെന്ന് തിരിഞ്ഞ് ദേവി നൃത്തത്തിൽ മുഴുകി. ദേവി തന്നെ മനഃപൂർവ്വം അവഗണിച്ചതാണെന്ന് മഹർഷിക്ക് തോന്നി. അദ്ദേഹം കൈലാസത്തിൽ നിന്നും ഏറെ ദൂരം പോകാനായില്ല. തൻ്റെ ഇടത് കാലും കൈയും തളർന്നതായി മുനി അറിഞ്ഞു. സംസാരിക്കാനുമാകുന്നില്ല. ഒരു കണ്ണിൻ്റെ കാഴ്ചയും അറിഞ്ഞു. ഒരു വശം മുഴുവൻ തളർന്നിരുന്നു. ശ്രീ മഹാദേവനോട് രക്ഷയ്ക്കായി എത്തി. തന്നോട് ചേർത്ത് നിർത്തി അവിടുന്ന് അഭയവാണികൾ അരുളി, ഋഷേ, ഖേദിക്കായിക. ദേവി സത്യത്തെ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മാത്രമല്ല യാഗത്തെ. ഇപ്രകാരം ഉറപ്പ് നൽകി ശേഷം ഭഗവാൻ കമണ്ഡലുവിൽ നിന്നും തീർത്ഥമെടുത്തു അസ്വസ്ഥനായിരുന്ന ഋഷിയുടെ തളർന്ന ശരീരഭാഗത്ത് തളിച്ചു. ആ നിമിഷം തന്നെ മഹർഷിക്ക് ചലനശേഷി തിരിച്ചു കിട്ടി. ശിവനും ശക്തിയും യാഗത്തിന് പങ്കെടുക്കാമെന്ന് ഉറപ്പ് നൽകി. അനുഗ്രഹിച്ച മഹർഷിക്ക് യാത്രാംശങ്ങൾ നൽകി. യഥാകാലം ഭരദ്വാജ മഹർഷി യാഗം വിജയകരമായി പൂർത്തിയാക്കി. പാർവതി പരമേശ്വരന്മാർ യാഗത്തിൽ സംബന്ധിച്ചു. മുനിയെ അനുഗ്രഹിച്ചു. തങ്ങളുടെ സന്തോഷത്തിൻ്റെ അടയാളമായി മഹാദേവൻ വരമരുളി, ഞങ്ങൾ ഇരുവരും അങ്ങയുടെ ഗോത്രത്തിൽ 3 പ്രാവശ്യം അവതരിക്കും. ആദ്യാവതാരത്തിൽ ഞാൻ ശ്രുതിസായി ബാബ എന്ന നാമത്തിലായിരിക്കും. 2ാം അവതാരത്തിൽ ഞങ്ങൾ ഇരുവരും ഒരുമിച്ച് പർത്തി സത്യസായി ബാബയെ അവതരിക്കും. ഒടുവിൽ ദേവി ശക്തി പ്രേമസായിയായി. മഹാദേവൻ തുടർന്നു, ഋഷി, അങ്ങ് കൈലാസത്തിൽ വന്നപ്പോൾ ദേവി 8 ദിവസം അവഗണിക്കുകയുണ്ടായി. അതിന് പ്രായശ്ചിത്തമായി ഞങ്ങളുടെ അവതാരവേളയിൽ ദേവി ശക്തി അന്ന് താങ്കൾ കൈലാസത്തിൽ അനുഭവിച്ച അതേ ക്ലേശം അനുഭവിക്കാം. അന്ന് അത് സംഭവിക്കുമ്പോൾ നാം പവിത്രതീർത്ഥം തളിച്ച് ദേവിയുടെ ശക്തിക്ഷയം ഇല്ലാതാക്കും, അങ്ങേ കൈലാസത്തിൽ വെച്ച് സുഖപ്പെടുത്തിയതുപോലെ. 1963 ജൂൺ 29 ഭഗവാന് പക്ഷാഘാതമുണ്ടായി. സ്വാമിയുടെ ഇടതുവശം തളർന്നു. പ്രശാന്ത നിലയത്തിൽ തടിച്ചുകൂടിയ ഭക്തജനങ്ങൾ തങ്ങളുടെ ഭഗവാന്റെ വേദന കണ്ട് നൊന്തു പിടഞ്ഞു. ആ ആഴ്ചയിൽ 3 ദിവസത്തോളം സ്വാമി ഗാഠനിദ്രയിൽ ആണ്ടുപോയി. ഇതിനിടയിൽ 4 ഹൃദയാഘാതങ്ങളുണ്ടായി. നിസ്സഹായരായ ശോകാകുലരായ ഭക്തജനങ്ങൾ കണ്ണീർ വാർക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. വേദനാപൂർണമായ ഒരാഴ്ച നീണ്ടു. ജൂലൈ 6 ഗുരുപൂർണിമ ദിനം. കസ്തൂരി, രാജാറെഡ്ഡി, കൃഷ്ണപ്പ എന്നിവർ സ്വാമിയെ ശ്രദ്ധാപൂർവ്വം കൈകളിൽ താങ്ങി മുകളിലെ നിലയിൽ നിന്നും താഴെ ഭജന ഹാളിലേക്ക് കൊണ്ടുവന്നു. ഉയർന്ന വേദിയ സിംഹാസനത്തിലിരിക്കാൻ സ്വാമിക്ക് വിഷമമെന്ന് വ്യക്തമായിരുന്നു. അതിനാൽ രജത സിംഹാസനം വേദിയോട് ചേർത്തിട്ടു. ഭഗവാൻ അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാനായി മൃദുലമായ കുഷ്യനുകൾ ഒരുക്കിവെച്ചു. പിന്നീട് വളരെ മെല്ലെ സ്വാമിയെ അതിലിരുത്തി. ബാബയുടെ ഇടത് കൈ മരവിച്ചിരുന്നു. അതുപോലെ ഇടത് കാലും നിയന്ത്രണാതീതം. കാഴ്ചയും വ്യക്തമായിരുന്നില്ല. തങ്ങളുടെ പ്രിയങ്കരനായ ഭഗവാന്റെ അതിദയനീയമായ ഈ അവസ്ഥ കണ്ടതോടെ ജനം ഉറക്കെ കരയാൻ തുടങ്ങി. ഇപ്പോൾ ഭഗവാൻ കസ്തൂരിയോട് കഷ്ടിച്ച് വ്യക്തമായി പറഞ്ഞു, ഇതെനിക്ക് വന്ന രോഗമല്ല, ഇത് ഞാൻ സ്വയം സ്വീകരിച്ചതാണ്. ഒരു രോഗത്തിനും എന്നെ ആക്രമിക്കാൻ സാധ്യമല്ല. ആരും പരിഭ്രമിക്കേണ്ട. ഭക്തന്മാർ ദുഃഖിക്കുന്നത് എനിക്ക് താങ്ങാനാവില്ല. സ്ത്രീ കസ്തൂരി മൈക്രോഫോണിലൂടെ ബാബയുടെ ഈ വാക്കുകൾ ഭക്തരോട് പറഞ്ഞു. കുടിക്കാനുള്ള ജലത്തിനായി ഭഗവാൻ ആംഗ്യം കാണിച്ചു. ടംബ്ലറിൽ ജലം കൊണ്ടുവന്ന് ടംബ്ലർ സ്വാമിയുടെ ചുണ്ടിനരികിൽ പിടിച്ചു. അവിടത്തേക്ക് അത് ശരിക്കും പിടിക്കാനായില്ല. വലതുവിരൽ ജലത്തിൽ തെന്നി വീണു. ആ കൈകളിൽ പറ്റി ജലകണികകൾ ഭഗവാൻ ഇടത് കൈയിലും കാലിലും തളിച്ചു. സാവകാശം വലതുകരം കൊണ്ട് ഇടതുകരം തടവി. പിന്നീട് 2 കൈകളും കൊണ്ട് ഇടതുകാൽ തടവി. ഭഗവാൻ സ്വയം തന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഇതറിഞ്ഞതോടെ തടിച്ചുകൂടിയ ഭക്തന്മാർ അമ്പരന്നുപോയി. അവർ സന്തോഷത്തിലും ആനന്ദ നിർവൃതിയിലും ഉന്മത്തരായി തീർന്നു. മൈക്രോഫോണിലൂടെ ആ ദിവ്യനാദം അവർ കേട്ടു. പ്രേമസ്വരൂപലാര. ഭഗവാൻ പതിവിൽ പടിയിലുള്ള ഗുരുപൂർണിമ പ്രഭാഷണം ആരംഭിച്ചു. തൻ്റെ സ്വതസിദ്ധമായ വാഗ്വൈഭവത്തോടെ വ്യക്തമായി ആസ്വാദികരമായ നിർമ്മത്തോടെ
മണിക്കൂർ സംസാരിച്ച് ഭഗവാൻ ഭക്തജനങ്ങളെ സന്തോഷിപ്പിച്ചു. അവിടുന്ന് വരദ ഋഷിക്ക് 8 ദിവസം കൈലാസത്തിൽ കാത്തുനിന്നപ്പോഴുണ്ടായ ക്ലേശവും ഒടുവിൽ മഹർഷിയുടെ തളർന്ന അവയവങ്ങളിൽ ശ്രീ പരമേശ്വരൻ പുണ്യജനം തലച്ച് ശൂർപ്പെടുത്തിയതും പറഞ്ഞു. അന്ന് താൻ മഹർഷിക്ക് നൽകിയ വാഗ്ദാനവും സ്വാമി ഓർമ്മിച്ചു. താനും ശക്തിയും ഭൂമിയിൽ അവതരിക്കുമെന്നും 8 ദിനം ശക്തി ക്ലേശം അനുഭവിക്കുമെന്നും ഒടുവിൽ മഹാദേവൻ ശക്തിയെ ദിവ്യജലം തളിച്ച് സുഖപ്പെടുത്തുമെന്ന കാര്യവും കൊള്ളും സ്വരത്തിൽ ഭഗവാൻ പ്രഖ്യാപിച്ചു. ഞാൻ ശിവശക്തി സ്വരൂപം മഹാദേവനും ദേവിയും ത്രേതായുഗത്തിൽ നൽകിയ വരത്താൽ ഭരതജ ഗോത്രത്തിൽ ഞാൻ അവതരിച്ചിരിക്കുന്നു. സിദ്ധി സായീശ്വര ചരിതം. സായി ശ്രുതിയിൽ വന്നതിന് ശേഷമുള്ള ചരിത്രമേ ജനങ്ങൾക്ക് അറിയൂ. സിദ്ധി സായിയുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് വിശദമായി ഒന്നും അറിയില്ല. അവിടുന്ന് എന്നാണ്, എവിടെയാണ് ജനിച്ചത്, ആരാണ് മാതാപിതാക്കൾ, ശ്രുതിയിൽ വരും മുമ്പേ അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു, ശ്രീ സത്സായി ബാബയ്ക്ക് വെളിപ്പെടുത്തുന്നതുവരെ ഇതെല്ലാം അജ്ഞാതമായി ശേഷിച്ചിരുന്നു. സ്വാമി ഇത് വെളിപ്പെടുത്തിയ ദിവസം സത്യസായിയുടെ ജന്മദിനവും ഒരുമിച്ച് വന്നു. ഒരു അവതാരത്തിൻ്റെ ആരും അറിഞ്ഞിട്ടില്ലാത്ത രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ മറ്റൊരു അവതാരത്തിനല്ലാതെ ആർക്കും കഴിയില്ല. സത്യസായീശ്വരൻ്റെ ജീവചരിത്രം ഭഗവാൻ ശ്രീ സത്സായി ബാബ അരുളിയത് ചുവടെ. പത്രി എന്നൊരു ഗ്രാമം. നൈസാമിൻ്റെ ഭരണകാലം. ഗംഗാഭവെ, ദേവഗിരി അമ്മ എന്നീ മഹാഭക്തരായ ദമ്പതികൾ അക്കാലത്ത് ജീവിച്ചിരുന്നു. ദേവഗിരി അമ്മ പാർവതി ദേവിയുടെ പരമഭക്ത. ഗംഗാഭവയുടെ ഇഷ്ടദേവൻ ശ്രീ പരമേശ്വരനും ഈ ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നില്ല. ഭൗതിക ലോകത്തിൽ നിന്നും അത്രയും കൂടി അകന്നു നിൽക്കാൻ അത് കാരണമായി. ഇരുവരും സദാ ശ്രീ പാർവതി പരമേശ്വര ആരാധനയിൽ മുഴുകി കാലം പോക്കി. ഉപജീവനത്തിനായി ഗംഗാഭവെ നദിയിൽ വഞ്ചി തുഴഞ്ഞിരുന്നു. അന്നൊരു മഴക്കാലം നദി നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരുന്നു. വഞ്ചി ശ്രദ്ധിച്ചില്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുമോ എന്ന് ഗംഗാഭവയ്ക്ക് ഭയം. അതിനാൽ താനിന്ന് വഞ്ചിയുടെ അടുത്ത് തന്നെ കഴിയാമെന്ന് ഗംഗാഭവെ ഭാര്യയോട് പറഞ്ഞു. ദേവഗിരി അമ്മ അദ്ദേഹത്തിന് അത്താഴം നൽകി. സമയം ഇപ്പോൾ 7 മണി. ഗംഗാഭവെ പോയിക്കഴിഞ്ഞപ്പോൾ അവരും ഊണ് കഴിച്ചു. 9 മണിയായി കാണും. വാതിലിൽ ആരും മുട്ടുന്ന ശബ്ദം. ഗംഗാഭവെ ഇത്ര പെട്ടെന്ന് തിരിച്ച് വന്നതോർത്ത് ദേവഗിരി അമ്മ അത്ഭുതപ്പെട്ടു. അവർ ഉത്കണ്ഠയോടെ വാതിൽ തുറന്നു. പുറത്തൊരു വൃദ്ധൻ. അകത്ത് കയറിക്കൊണ്ട് വൃദ്ധൻ പറഞ്ഞു, ഹാവു, ഭയങ്കര തണുപ്പ്. രാത്രി കഴിച്ചുകൂട്ടാൻ അകത്ത് എനിക്ക് ഒത്തിരി ഇടം തരുമോ? അതിഥി സൽക്കാരപ്രിയായി അവർ വിരിപ്പ് കൊടുത്തിട്ട് വരാന്തയിൽ കിടക്കാൻ ഇടം കാണിച്ചു കൊടുത്തു. പിന്നീട് അവർ കിടക്കാൻ പോയി. ഏറെ നേരം കഴിഞ്ഞില്ല, വാതിലിൽ വീണ്ടും മുട്ടുന്ന ശബ്ദം. ദേവഗിരിയമ്മ വാതിൽ തുറന്നു. വൃദ്ധൻ, ദാനശീലി, എനിക്ക് ഭയങ്കരമായി വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും തരുമോ? ദേവഗിരിയമ്മ അടുക്കളയിൽ ചെന്ന് കഴിക്കാൻ പറ്റുന്നതൊന്നും കാര്യമായി ഇല്ല. പൊടിച്ച് കുറച്ച് ധാന്യമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു വഴിയുമില്ലായിരുന്നു. ചോറിൽ തൈരും ചേർത്ത് അതിഥിക്ക് നൽകി. കിടക്കാനായി വീണ്ടും മുറിയിലെത്തി. വാതിലടച്ചുറങ്ങാൻ കിടന്നു. വാതിലിൽ വീണ്ടും മുട്ടുന്ന ശബ്ദം. അവർ വാതിൽ തുറന്നു. വൃദ്ധൻ വീണ്ടും ചോദിച്ചു, ഭഗവതി, എൻ്റെ പാദങ്ങൾക്ക് നല്ല വേദന, കുറച്ചൊന്ന് തടവി തരുമോ? ഈ ആവശ്യം കേട്ട് അവർ തരിച്ചുപോയി. അവർ പൂജാമുറിയിലേക്ക് പോയി. ദേവി പാർവതിയുടെ തൃപ്പാദങ്ങളെ ശിരസമർത്തി കഴിഞ്ഞു. അമ്മേ ദേവി, ഇതെന്തൊരു പരീക്ഷണം! അരുതേ, ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യുക? ദയവായി എന്നെ ഈ അപമാനത്തിൽ നിന്നും കാത്തരുളണേ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദേവഗിരി അമ്മയ്ക്ക് മനസ്സാന്നിധ്യം കിട്ടി. പെട്ടെന്നൊരാശയം അവരുടെ മനസ്സിന് മിന്നിമറിഞ്ഞു. അവർ പുറവശത്ത് വാതിലിലൂടെ പുറത്തു കടന്ന് തനിക്ക് വേണ്ടി ഈ സേവനം ചെയ്യാൻ കൂലിക്ക് ആരെങ്കിലും കിട്ടുമോ എന്ന് ആയിരുന്നു അന്വേഷണം. ഫലമുണ്ടായില്ല. നിരാശയോടെ ദേവഗിരി അമ്മ തിരിച്ചെത്തി. ഉടൻ തന്നെ പുറവശത്തെ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്നു. പുറത്തു നിന്നൊരു യുവതി അകത്തേക്ക് കടന്നു കൊണ്ട് പറഞ്ഞു, ഇവിടെ ഒരു വൃദ്ധനെ പരിചരിക്കാൻ വേണ്ടി എന്നെ തിരക്കി വീട്ടിൽ വന്നിരുന്നതായി അറിഞ്ഞു. ഞാൻ അതിന് വന്നിരിക്കുകയാണ്. തൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഫലിച്ചതിൽ ദേവഗിരി അമ്മ ആനന്ദവതിയായി. അവർ ആ സ്ത്രീയുമായി വരാന്തയിലെത്തി. അവരെ അവിടെ ആക്കിയ ശേഷം ദേവഗിരി അമ്മ വീണ്ടും കിടക്കാൻ പോയി. പുണ്യവതിയായ ദേവഗിരി അമ്മയോട് ഇങ്ങനെ വിചിത്രമായ സേവനം ആവശ്യപ്പെട്ട വൃദ്ധനും സേവനത്തിനായി സ്വയമെത്തിയ സ്ത്രീയും സാധാരണ മനുഷ്യരായിരുന്നില്ല, ശ്രീ പാർവതി പരമേശ്വരന്മാരായിരുന്നു. അവർ ജഗത് പിതാക്കൾ തമ്മിൽ സംസാരിച്ചു. ദേവി, ആ ഉത്തമ ഭക്ത എന്തിനാണോ അതിയായി ആഗ്രഹിക്കുന്നത് അതെന്തായാലും അനുവദിക്കൂ പ്രഭു. അവിടുന്ന് പരമേശ്വരനാണ്, അവിടുന്ന് തന്നെ വരം കൊടുത്താലും. ദേവി മറുപടി പറഞ്ഞു, ദേവി, ഞാനിവിടെ വന്നത് അവരുടെ ഭക്തി പരീക്ഷിക്കാനായി. ദേവിയാകട്ടെ അവരുടെ പ്രാർത്ഥന മൂലവും. അതിനാൽ ദേവി തന്നെ വരം നൽകുന്നതാണ് ഉചിതം. വീണ്ടും ദേവഗിരി അമ്മയുടെ കിടപ്പുമുറിയുടെ വാതിലിൽ മുട്ടുന്ന ശബ്ദം. ദേവഗിരി അമ്മ മടികൂടാതെ വാതിൽ തുറന്നു. കാരണം ഇപ്പോൾ ഗൃഹത്തിൽ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ. ഉജ്ജ്വലകാന്തിയോടെ തൻ്റെ പ്രിയങ്കരിയായ ദേവി ഗൗരി ശ്രീശങ്കരനൊപ്പം നിൽക്കുന്നതാണ് ആ പരമഭക്തർ ദർശിച്ചത്. ആ കാഴ്ച കണ്ട് അവർ ഹൃദയം ആനന്ദപൂരിതമായി. വികാരം നിയന്ത്രിക്കാനാവാതെ ദേവഗിരി അമ്മ ദേവീപദങ്ങളിൽ വീണു. ഗൗരി ദേവി അരുളി, നിനക്കൊരു പുത്രനുണ്ടാവും. അവൻ നിന്റെ വംശത്തിൽ കീർത്തിയായി. മാത്രമല്ല ഒരു പുത്രിയും നിനക്കുണ്ടാവും. കന്യാദാനത്തിലൂടെ പുണ്യവും നേടും. ദേവഗിരി അമ്മ മഹാദേവൻ്റെ തൃപ്പാദങ്ങൾ സ്പർശിച്ചു. ഭഗവാൻ അരുളി, വത്സേ, നിന്റെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനായി നിന്റെ 3ാമത്തെ പുത്രനായി നാം തന്നെ അവതരിക്കുകയാണ്. ഹർഷോന്മത്തനായ ദേവഗിരി അമ്മ അനുഗ്രഹവർഷത്താൽ നിറഞ്ഞ മിഴികളുമായി ഹൃദയംഗമമായി പാർവതി പരമേശ്വരന്മാരെ പ്രണമിച്ചു. ശിരസ് ഉയർത്തിയപ്പോൾ ഇരുവരുമില്ല. ദേവഗിരി അമ്മ ഹർഷോന്മത്തനായി. ആകാംക്ഷയും അക്ഷമയും അവരിൽ നിറഞ്ഞു. അപ്പോഴാണ് നേരം പുലരുക. എപ്പോഴാണ് ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്തുക? എനിക്കുണ്ടായ സ്വർഗീയ അനുഭവം എത്ര പെട്ടെന്ന് പറയാനാണ്. ദേവഗിരി അമ്മയ്ക്ക് പിന്നെ
ഒരു പോളെ കണ്ണടയ്ക്കാനായില്ല. പുലർക്കാലെ ഗംഗാഭവി എത്തി. ദേവഗിരി അമ്മ സംഭവിച്ചതെല്ലാം പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും വിശ്വസിക്കാനായില്ല. ദേവഗിരി, നിനക്ക് മതിഭ്രമം സംഭവിച്ചതുപോലെ തോന്നുന്നു. അതോ സ്വപ്നം കാണുന്നു? പാർവതി പരമേശ്വരന്മാർ നമ്മുടെ ഗൃഹത്തിലെത്തിയെന്നോ? നിനക്ക് ദർശനമേകിയെന്നോ? എന്തൊരു വിഡ്ഢിത്തം! ഗംഗാഭവി പരിഹസിച്ചു. ദേവഗിരി അമ്മ ഭർത്താവിനെ ബോധ്യപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ വിഫലമായതേ ഉള്ളൂ. കാലം അതിവേഗം കടന്നു. ദേവഗിരി അമ്മ ഗർഭിണി. അവർ പറഞ്ഞതുപോലെ തന്നെ ആൺകുട്ടി ജനിച്ചു. പിറ്റേ വർഷം ഒരു പെൺകുട്ടി. ഗംഗാഭവി മനം മന്ത്രിച്ചു. ദേവഗിരി അമ്മ പറഞ്ഞത് 2 കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. പാർവതി പരമേശ്വരന്മാർ തൻ്റെ പത്നിക്ക് ദർശനം നൽകിയെന്ന് തന്നെ വിശ്വസിക്കാൻ തന്നെ അദ്ദേഹം തയ്യാറായി. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, നീ പരമഭാഗ്യവതി, ഞാനും നിർഭാഗ്യവാൻ. ഈ ചിന്ത ഗംഗാഭവിയുടെ മനസ്സിൽ ആഴത്തിൽ വേരോടി. ദിവസം തോറും അത് വളർന്നു. ഗൗരീശങ്കരന്മാരുടെ ദർശനം നേടണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ദേവഗിരി അമ്മ 3ാമതും ഗർഭിണിയായ അവസാനം തെളിവ്. അതോടെ ഗംഗാഭവിയുടെ മനസ്സ് സ്ഥിരമായി ജ്ഞാനോദയത്തിന് വഴിമാറി. ഗംഗാഭവി അസ്വസ്ഥനായി. എനിക്ക് എന്നീ ഗ്രഹം വെടിയാനാകും, എന്ന് എനിക്ക് തപസ് ആരംഭിക്കാൻ സാധിക്കും. മഹാദേവൻ്റെ ദേവഗൗരിയുടെ ദിവ്യദർശനം എനിക്കെന്ന് ലഭിക്കും. ഈ ചിന്തകൾ ഗംഗാഭവിയുടെ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരുന്നു. കഠിന തപസ്സിൽ ഏർപ്പെടുമെന്ന് അദ്ദേഹം ശബ്ദം ചെയ്തു. ഇതേസമയം ദേവഗിരി അമ്മയ്ക്ക് 9 മാസം കഴിഞ്ഞു. ഗംഗാഭവി കൂടുതൽ ദക്ഷണമായി. ഇനി കാത്തു നിൽക്കാനാവില്ലെന്ന അവസ്ഥയായി. കഠിന തപസ്സിനായി വനത്തിലേക്ക് പോവുകയാണെന്നും അദ്ദേഹം പത്നിയെ അറിയിച്ചു. തടയാൻ ദേവഗിരി അമ്മ ആളല്ല. പൂർണ്ണ ഗർഭിണിയായിരുന്നിട്ടും അവരും കൂടെ യാത്രയായി. യാത്ര വനത്തിലൂടെ ഏറെ ദൂരം നടന്നില്ല. ദേവഗിരി അമ്മയ്ക്ക് പ്രസവവേദന തുടങ്ങി. കാട്ടുപാതയിലെ വഴിയരികിലുള്ള അശ്വതവൃക്ഷ ചുവട്ടിൽ ദേവഗിരി അമ്മ പ്രസവിച്ചു. തേജസ്വിയായ ഒരു ആൺകുട്ടി. അന്ന് 1835 സെപ്റ്റംബർ 28. സാരിയുടെ ഒരു കഷ്ണം കൊണ്ട് അമ്മ കുഞ്ഞിനെ ചുറ്റിക്കെട്ടി തടിരിലകൾ കൊണ്ട് മെല്ലെ പുതപ്പിച്ചു. പിന്നീട് 10 പാദങ്ങളിൽ പിന്തുടർന്ന് യാത്രയായി. അതിനാലാണ് ആ കുഞ്ഞിന് മാതാപിതാക്കളെ ആരും അറിയാതെ പോയത്. ആ 1 നൂറ്റാണ്ടിന് ശേഷം ഭഗവാൻ ശ്രീ സത്യസായി ബാബ അത് വെളിപ്പെടുത്തും വരെ ഇക്കാര്യം രഹസ്യമായിരുന്നു. അയൽഗ്രാമത്തിലൊരു സൂഫി ഫക്കീർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയെ ഫക്കീർ കണ്ടു. അദ്ദേഹം കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. 1835 മുതൽ 1839 വരെ കുട്ടി ഫക്കീറിൻ്റെ വീട്ടിൽ വളർന്നു. ഫക്കീറിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ കുഞ്ഞിനെ വളർത്തി. തികച്ചും അസാധാരണമായിരുന്നു കുട്ടിയുടെ പെരുമാറ്റം. ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോയി കുട്ടി ഉറക്കെ പറയും, ഞാൻ അള്ളാ മാലിക് ഹേ, ഈശ്വരനാണ് ഗുരു. ഹിന്ദുക്കൾ ഇതുമൂലം കുട്ടിയെ ഉപദ്രവിച്ചു തുടങ്ങി. മസ്ജിദിൽ പോയി ഉറക്കെ പറയും, രാമൻ മാത്രമാണ് ഈശ്വരൻ, ശിവൻ അള്ളാഹു ആവുന്നു. കുട്ടിയുടെ അസാധാരണമായ ആചാരവിരുദ്ധമായ പെരുമാറ്റം മൂലം ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളർത്തമ്മയോട് പരാതിപ്പെട്ടു തുടങ്ങി. കുട്ടിയെ നേരെയാക്കുക ബുദ്ധിമുട്ടുള്ളതായി അമ്മയ്ക്ക് മനസ്സിലായി. പുണ്യാത്മാവെന്ന് കീർത്തി കേട്ട ഒരാളെ അവർക്ക് അറിയാമായിരുന്നു. വെങ്കുശൻ മഹാഭക്തൻ പണ്ഡിതൻ. നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയുമായി അവർ ആ മഹാത്മാവിൻ്റെ സന്നിധിയിലെത്തി. കുട്ടിയെ അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലാക്കി തിരിച്ചു പോന്നു. 1839 മുതൽ 1851 വരെ നീണ്ട 12 വർഷം വെങ്കുശൻ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കുട്ടിയെ സംരക്ഷിച്ചു പോന്നു. അത് ആശ്രമത്തിലെ മറ്റ് അന്തേവാസികളിൽ പകയും അസൂയയും വളർത്തി. ഒരു ദിവസം ബാലൻ അവിടം വിട്ട് ശുദ്ധിയിലെത്തി. അവിടെ ബാലൻ 2 മാസത്തോളം താമസിച്ചു. പിന്നീട് അവിടം വിട്ട് വർഷങ്ങളോളം അലഞ്ഞു നടന്നു. ഈ യാത്രക്കിടയിൽ ബാലൻ ധൂപ് ഖേണ്ട എന്ന ഗ്രാമത്തിലെത്തി. അവിടെ താമസിക്കുന്ന കാലം ആ ഗ്രാമത്തിലെ ഒരു ഗൃഹസ്ഥനാണ് ചാന്ദ്ഭായ് പട്ടേൽ. പട്ടേലിൻ്റെ ഭാര്യ ഇളയ സഹോദരൻ്റെ വിവാഹം ഉറപ്പിച്ചു. വരൻ്റെ പാർട്ടിക്കൊപ്പം സഞ്ചാരശീലനായ ബാലനും ശുദ്ധിയിലെത്തി. അപ്പോൾ വർഷം 1853. പിന്നീട് മഹാസമാധി വരെ അവിടുന്ന് ശുദ്ധിയിലായിരുന്നു. ക്രമേണ ബാലൻ സായിബാബ എന്ന് അറിയപ്പെട്ടു തുടങ്ങി. ബാലൻ്റെ അസാധാരണമായ ആത്മീയ ശക്തി വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. ജനങ്ങൾ കൂട്ടമായി ബാലൻ്റെ സമയം വന്നു തുടങ്ങി. ബാലൻ അവരെ കരുണയോടെ പ്രേമപൂർവ്വം സ്വീകരിച്ചു. ക്ഷമയോടെ അവരുടെ പ്രശ്നങ്ങളും ക്ലേശങ്ങളും കേട്ടു. സഹതാപത്തോടെ സ്നേഹപൂർവ്വം ഉചിതമായ വഴി പറഞ്ഞു കൊടുത്തു. ക്ലേശങ്ങൾ മറികടക്കാനും അവരെ പ്രാപ്തരാക്കി. അവിടുന്ന് ഭക്തന്മാർക്ക് മനോബലവും ആത്മവിശ്വാസവും ആധ്യാത്മിക ഉപദേശവും നൽകി. ക്രമേണ ബാലൻ്റെ കീർത്തി നാടെങ്ങും പരന്നു. മുകളിൽ പറഞ്ഞതെല്ലാം ഭഗവാൻ ശ്രീ സത്സായി ബാബ അരുളിയതാണ്. സത്സായി ബാബയും അവിടുത്തെ ഭക്തന്മാരും തമ്മിലുള്ള ഉറ്റബന്ധവും, അതായത് ഹരിവിനായക്, ശ്വേത, കേൽഖർ, ശ്യാമ തുടങ്ങിയവർ സ്വാമി വിശദീകരിച്ചു. ശ്രീ സത്സായി ബാബ വീണ്ടും വരൽ. സിദ്ധസായിയുടെ ഭൂലോകവാസം അവസാനിക്കാറിയ സമയം സായിയോട് വളരെ അടുപ്പമുണ്ടായിരുന്ന അബ്ദുള്ളയോട് അവിടുന്ന് പറഞ്ഞു, ഈ ശരീരം പോയി കഴിഞ്ഞപ്പോൾ ദുഃഖിക്കരുത്. ഈ യാത്ര വീണ്ടും ജനിക്കുന്നതിന് വേണ്ടിയാണ്. വീണ്ടും ദർശനം നൽകുകയും ചെയ്യും. എത്ര പെട്ടെന്നായിരുന്നു അതുണ്ടാവുക എന്ന് അബ്ദുള്ള തിരക്കി. 8 വർഷത്തിന് ശേഷമായിരിക്കുമെന്ന് ബാബ മറുപടിയും പറഞ്ഞു. ആദ്യത്തെ അവതാരം മഹാരാഷ്ട്ര, രണ്ടാമത്തേത് മദ്രാസ് പ്രസിഡന്റിയിൽ അന്ന് ഇന്നത്തെ ആന്ധ്രാപ്രദേശും ഉൾപ്പെട്ടിരുന്നു. അടുത്ത അവതാരം ഏത് രൂപത്തിലായിരിക്കുമെന്ന് അബ്ദുള്ള തിരക്കി. സത്യം എന്ന പേരായിരിക്കുമെന്ന് സ്വീകരിക്കുകയാണെന്ന് ബാബ മറുപടി പറഞ്ഞു. അന്ന് സായിബാബ സൂചിപ്പിച്ചത് ഇപ്പോഴത്തെ അവതാരമായ ശ്രീ സത്യസായി ബാബയാണ് എന്നത് സ്പഷ്ടം. സംശയമില്ല. ഇരു ശരീരങ്ങളും വിഭിന്നം, പക്ഷേ അവരിലെ ദിവ്യത ഒന്ന് തന്നെ. സ്വാമി അരുളി. അവതാര കഥ അവസാനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ വിശദീകരിച്ചു. സത്യസായി അവതാരത്തിൻ്റെ ഉദ്ദേശം ദൈവികതയെപ്പറ്റി സൂചന നൽകുകയായിരുന്നു. രണ്ടാമത്തേതും ഇപ്പോഴത്തേതുമായ സത്യസായി അവതാരമാകട്ടെ ആ ദൈവികത സമ്മാനിക്കുന്നതിനു വേണ്ടിയും വരാൻ പോകുന്ന 3ാമത്തെ അവതാരം പ്രേമസായി ആധ്യാത്മികത എന്തെന്ന് പഠിപ്പിക്കുവാനും. സിദ്ധസായി വാഗ്ദാനങ്ങൾ. സിദ്ധസായി ഭക്തനായ ശ്രീമതി ഗലി ശാരദാദേവിയുടെ കഥ ചുരുക്കത്തിൽ കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചുവല്ലോ. നന്നേ ചെറുപ്പത്തിലെ ശാരദാദേവിയുടെ വിവാഹം കഴിഞ്ഞു. 6 മക്കളുണ്ടായി. ആരും 6 വയസ്സിനപ്പുറം ജീവിച്ചില്ല. കടുത്ത ദുഃഖവും പേറി
അവർ സിദ്ധിയിലെത്തി. സായിബാബയുടെ ശാന്തിക്കായി കേണു. അവിടുന്ന് സഹതാപത്തോടെ അവരെ സ്വീകരിച്ചു, സാന്ത്വനപ്പെടുത്തി. അനായാസന് പുരോഗതിയും നൽകി. ആധ്യാത്മിക പുരോഗതിക്ക് സഹായിക്കാനായി ഏതെങ്കിലും ശക്തിയുള്ള മന്ത്രം തനിക്ക് ഉപദേശിക്കണമെന്ന് ശാരദാദേവി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ദേഷ്യം പാപിച്ചും മറ്റും ബാബ ശാരദാദേവി ഇതിൽ നിന്നും ഒഴിവാക്കി. 1918 സസായി അനന്തതയിൽ വിലയിക്കും മുമ്പ് ഒരിക്കൽ സായിയുടെ തൃപ്പാദത്തിൽ പിടിച്ച് അവർ മന്ത്രത്തിന് അപേക്ഷിച്ചു. അവരുടെ നിർബന്ധത്താൽ അസ്വസ്ഥനായി സായിബാബ അവരുടെ നേർക്ക് തിരിഞ്ഞു അവരെ തൊഴിച്ചു മാറ്റി. മനസ്സിൽ ആഴമേറിയ മുറിവുകളുമായി ശാരദാദേവി ഇറങ്ങിപ്പോയി. ആഹാരം കഴിച്ചില്ല. ദ്വാരകാമായിക്ക് എതിരെയുള്ള തുറസായ സ്ഥലത്ത് ഒരു വൃക്ഷച്ചുവട്ടിൽ ഒരു രാത്രി ഉറങ്ങി. രാത്രി ഏറെയായി. കരുണാമൂർത്തിയായ ബാബ അവരുടെ അരികിലെത്തി. സാന്ത്വന വാക്കുകൾ കൊണ്ട് അവളെ സമാധാനിപ്പിച്ചു. കുഞ്ഞെ, ഞാനൊരു കാര്യം പറയാം. നമുക്ക് ലണ്ടി ഉദ്യാനത്തിലേക്ക് പോവാം. നീ ആഹാരം കഴിക്കാതെ കടുത്ത ദുഃഖവും പേറി ഇരിക്കുമ്പോൾ എനിക്കങ്ങനെ സുഖമായി ഉറങ്ങാനാവും. ഉദ്യാനത്തിലെത്തിയപ്പോൾ അവിടുന്ന് കരങ്ങൾ നീട്ടി പറഞ്ഞു, അള്ളാ മാലിക് ഹൈ. അതിനുശേഷം 2 പുരിയും കറിയും സൃഷ്ടിച്ചു. വെള്ളം കുടിക്കാനായി ശാരദ പോകാൻ തിരിഞ്ഞപ്പോൾ അവിടുന്ന് അവളെ തടഞ്ഞു. പൂരി സൃഷ്ടിച്ചതുപോലെ ചെറിയൊരു പാത്രം ജലവും തൃക്കൈ ചലനത്താൽ വരുത്തി. ശാരദ ആഹാരം കഴിച്ചു. സന്തുഷ്ടയായി അവിടുന്ന് സന്തോഷകരമായ ശബ്ദത്തിൽ അരുളി, കുഞ്ഞെ, ഞാൻ ആന്ധ്രാപ്രദേശ് സായിബാബ എന്ന ഇതേ പേരോട് വീണ്ടും ജനിക്കും. നീ അപ്പോൾ എന്നെ അരികിൽ വരും. എൻ്റെ സമയത്തിൽ ആനന്ദം നേടും. നിനക്കിനി ഒരു മന്ത്രത്തിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ പറഞ്ഞതൊന്നും ആരോടും പുറത്തു പറയരുതില്ലെന്ന് എൻ്റെ പാദത്തിൽ തൊട്ട് സത്യം ചെയ്യും. ശാരദാദേവി അങ്ങനെ തന്നെ ചെയ്തു. ഞാൻ മഹാഭാഗ്യവതി എന്നും തൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടുവെന്നും അവർ കരുതി. ഈ സംഭവം കഴിഞ്ഞ ഉടനെ 1918 ഒക്ടോബർ 15 സിദ്ധസായി ഭൗതിക ശരീരം ഉപേക്ഷിച്ച് മഹാസമാധി പ്രഖ്യാപിച്ചു. 20 വർഷങ്ങൾ കടന്നുപോയി. ശാരദാദേവി അനാഥാലയം നടത്തുകയാണ്. ഓരോ ദിക്കിലും പോയി അവർ ഹരികഥ പാടും. ധനസംഹാരണത്തിനായി ആ യാത്ര ഒരിക്കൽ ഉറവക്കൊണ്ടയിലെത്തി. സത്യൻ എന്ന അത്ഭുത ബാലനെക്കുറിച്ച് അവർ വളരെ കേട്ടു. മൂത്ത സഹോദരൻ ശേഷമ്മ രാജുവിൻ്റെ ഗൃഹത്തിലാണ് അന്ന് സത്യൻ താമസിക്കുന്നത്. ശാരദാദേവി അവിടെ എത്തി. സത്യൻ അവരെ ശ്രദ്ധിച്ചു. തൻ്റെ സമയം വന്നിരിക്കാൻ ക്ഷണിച്ചു. മധുരമായ സ്വരത്തിൽ ഗൗരി എന്ന് വിളിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. സിദ്ധിസായീശ്വരനല്ലാതെ ആരും ഇന്ന് വരെ എത്ര മാധുര്യമൂർന്ന വാത്സല്യം നിറഞ്ഞ സ്വരത്തിൽ എന്നെ ഇങ്ങനെ വിളിച്ചിട്ടില്ല. സത്യൻ പിന്നെയും പറഞ്ഞു, നീ എനിക്ക് 16 രൂപ ഇപ്പോഴും കടം തരാനുണ്ട്, ശരിയല്ലേ? ശാരദാദേവി ചിന്താകുഴപ്പത്തിലായി. കാരണം ഈ ബാലനെ അവർ ആദ്യം കാണുകയാണ്. സത്യം തുടർന്നു, ശുദ്ധിയിലേക്ക് അയക്കാനായി നീ 40 രൂപ ശേഖരിച്ചു. പക്ഷേ ബലറാം വഴി നീ 24 രൂപ അയച്ചുള്ളൂ. അപ്പോൾ 15 രൂപ ഇനിയും കടമല്ലേ? അവരിൽ ഒന്നുകൂടി വിശ്വാസം ഉറപ്പിക്കാൻ ബാലൻ പറഞ്ഞു, ഞാനിതെല്ലാം നിന്നെ ഓർമ്മിപ്പിച്ചത് ഞാൻ സിദ്ധസായി ബാബ തന്നെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. നീ വന്ന ഉടനെ നമസ്കാരം നൽകാൻ പോലും ശ്രമിക്കാതെ കയറിയിരിക്കുമായിരുന്നു. പാവം ശാരദാദേവി അവരുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അവർ ആ തൃപ്പാദത്തിൽ വീണു. പാദപത്മങ്ങളെ തന്നെ നെഞ്ചിലമർത്തി അന്ന് സിദ്ധി പാദങ്ങളിൽ ചെയ്യാറുള്ളതുപോലെ തന്നെ സത്യം അവരെ വിശ്വസിച്ചുകൊണ്ട് അരുളി, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിരുന്നുവല്ലോ ഞാൻ വരുമെന്ന്. പക്ഷെ നീ എൻ്റെ വാക്കുകൾ വിലക്കെടുത്തില്ല. നീ അതെല്ലാം മറന്നു. പക്ഷേ ഇപ്പോഴിതാ എന്നെ അരികിൽ എത്തിയിരിക്കുന്നു. ഞാൻ പുട്ടപർത്തിയിലേക്ക് പോകുന്നു. എന്നോട് കൂടി പോരുക. നിനക്ക് ഞാൻ എല്ലാം മനസ്സിലാക്കി തരാം. പിന്നീട് സത്യസായി ബാബയുടെ നിർദ്ദേശപ്രകാരം അവർ പ്രശാന്തി നിലയത്തിലെത്തി. സ്ഥിര താമസമാക്കി. നേരത്തെ പറഞ്ഞതുപോലെ ബാബ അവർക്ക് പേരിട്ടു, പെద్దപ്പെട്ടു. അവർ പ്രശാന്തി നിലയത്തിൽ ശരീരത്യാഗം വരെ ബാബയുടെ സമീപത്തിൽ ജീവിച്ചു. ശുദ്ധിബാബ പലപ്പോഴും കോപം പ്രകടിപ്പിക്കുമായിരുന്നു. പക്ഷേ സത്യസായി ബാബയാകട്ടെ ആനന്ദ മധുര സ്വരൂപം. ഈ വ്യത്യസ്തതയുടെ കാരണം അവിടുന്ന് ഒരിക്കൽ വിശദീകരിച്ചു. ചുരുക്കത്തിൽ പാചകം ചെയ്യുന്ന വേളയിൽ കുട്ടികൾ ചെറിയൊരു ശല്യം ഉണ്ടാക്കിയാൽ പോലും അമ്മയ്ക്ക് ദേഷ്യവും അസ്വസ്ഥതയും ഉണ്ടാകും. പക്ഷേ ആഹാരം വിളമ്പോഴും അമ്മയിൽ നിറയെ വാത്സല്യവും സ്നേഹവും ക്ഷമയും മാത്രം. പൂർവാവതാരം സിദ്ധീശ്വരൻ സ്വാദുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു. ഇപ്പോഴാകട്ടെ ഞാൻ മക്കൾക്ക് സ്വാദിഷ്ടമായ വിഭവങ്ങൾ പ്രേമപൂർവ്വം വിളമ്പുകയാണ്. ശരീരം 2, ദിവ്യത്വം 1. മാധവ് എസ് ദീക്ഷിത് കുട്ടിയായിരുന്നപ്പോൾ സിദ്ധീശ്വരൻ്റെ ദർശനം ലഭിച്ചു. പിന്നീട് ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ പർത്തീശ്വരനൊപ്പം വൃന്ദാവനത്തിലും കഴിഞ്ഞു. ബാല്യത്തിൽ കടുത്ത തലവേദന മാധവനെ അലട്ടിയിരുന്നു. ഹരി സീതാറാം ദീക്ഷിത് ബാലനെ സിദ്ധസായി ബാബയുടെ സമീപം കൊണ്ടുവന്നു. ഹരി സീതാറാം ദീക്ഷിത് കാക്കാസാഹിബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സിദ്ധസായിശ്വരൻ ദുനിയിൽ നിന്നും വിഭൂതി എടുത്ത് ബാലനെ നെറ്റിയിൽ പുരട്ടി. പിന്നീട് പരുഷമായി കൽപ്പിച്ചു, പോ ഇവിടുന്ന്. ബാലൻ പുറകോട്ട് ആഞ്ഞുപോയി. കവിളിൽ ആഞ്ഞടിച്ച അനുഭവമായിരുന്നു കുട്ടിക്ക് ആ വാക്കുകളിലൂടെ അനുഭവപ്പെട്ടത്. ഇനി ഒരിക്കലും ബാബയുടെ സമീപത്തേക്കില്ലെന്ന് ബാലൻ തീരുമാനിച്ചു. പക്ഷേ കാക്കാസാഹിബ് അവന് ഉറപ്പ് കൊടുത്തു. ബാബ അടിച്ചതായി തോന്നിയത് നീ തെറ്റിദ്ധരിച്ചത്. അത്യത്തിൽ ബാബ അനുഗ്രഹിക്കുകയായിരുന്നു. ബാബ ഇറങ്ങിപ്പോകാൻ പരുഷമായി ആജ്ഞാപിച്ചത് രോഗത്തിനോടാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിൽ ഓരോരുത്തരും ബാബയുടെ കൃപയ്ക്കായി ഒരു അടയാളത്തിനായി കാത്തു നിൽക്കുകയാണ്. അതുപോലെ ഒരു അടി ആർക്കെങ്കിലും ലഭിച്ചാൽ അവൻ അത്യധികം അനുഗ്രഹപ്പെട്ടതായി കരുതും. എന്തായാലും പിന്നീട് ഒരിക്കലും ബാലിന് കൊടിഞ്ഞൂടി ഉപദ്രവം ഉണ്ടായതുമില്ല. വർഷങ്ങൾക്ക് ശേഷം സിദ്ധീശ്വരൻ സത്യസായി ബാബയുടെ അവതരിച്ച വാർത്ത കേട്ട് MS ദീക്ഷിത് കൂട്ടുകാർക്കൊപ്പം പുട്ടർത്തിയിലെത്തി. 1961 ഒക്ടോബർ 23 അത്. വിജയദശമി ദിനം. ഈ സന്ദർഭത്തിൽ സംസാരിക്കുവാൻ അരുളി, ഈ ദിവ്യശക്തി പൂർവ്വ ശരീരം ധരിച്ചത് 1918. അന്ന് ഞാൻ ഭക്തജനങ്ങളോട് പറഞ്ഞിരുന്നു, 8 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വരുമെന്ന്. കാക്കാസാഹിബ് ഇത്
കുറിച്ചു വെച്ചത് ഇങ്ങനെ: സായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് 8 വയസ്സായ ബാലനായി തിരിച്ചു വരുമെന്ന്. ഈ തെറ്റ് വരാൻ കാരണം കാക്കാ സാഹിബ് ഈ വിവരം കുറിച്ചത് ഉടനെയല്ല, വളരെ ഏറെ കാലത്തിന് ശേഷം തൻ്റെ ഓർമ്മയെ മാത്രം ആശ്രയിച്ചാണ് അങ്ങനെ എഴുതിയത്. ഒരിക്കൽ MS ദീക്ഷിത് ശിവരാത്രി ആഘോഷവേളയിൽ പുട്ടപർത്തിയിൽ വരാനിടയായി. ദീക്ഷിതിൻ്റെ മനസ്സിൽ ഒരു സംശയമുള്ളത്: എന്താണ് ഇങ്ങനെ? സത്യസായിബാബ അഹങ്കാര ലേശമില്ലാതെ വ്യക്തിത്വനുടമ, വസ്തുധാരണ വളരെ ലളിതം. ഈ സുധീശ്വരൻ ഈ രൂപത്തിൽ സുന്ദരകൃഷ്ണനായി അവതരിക്കുമോ ഇവിടെ എൻ്റെ മുന്നിൽ? ഒന്നാന്തരം പകിട്ടോടെ സിനിമാ നടനും പോലെ ഒരുങ്ങി നിൽക്കുന്ന സായിബാബ ഇതെങ്ങനെ പൊരുത്തപ്പെടും? ദീക്ഷിത് ഭഗവാനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദിയിൽ സത്യസായി വിഗ്രഹത്തിന് മുകളിൽ കമിഴ്ത്തിപ്പിടിച്ചിരിക്കുന്ന ചെറിയ പാത്രത്തിൽ നിന്ന് വിഭൂതിയുടെ നിലയ്ക്കാത്ത ഭഗവാന്റെ വായിൽ നിന്നും ശിവലിംഗങ്ങൾ ഉത്ഭവിച്ച അത്ഭുതവും ദീക്ഷിത് ജാഗ്രതയോടെ ശ്രദ്ധിച്ചു. അതിനുശേഷം പ്രഭാഷണം തുടങ്ങി. സ്വാമി അരുളി: ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കുന്നു ഞാൻ സിനിമാ നടന്മാരെ പോലെ സിൽക്ക് വസ്ത്രം ധരിച്ചിരിക്കുന്നതെന്ന്, ഇത്തരം പ്രത്യേകതയോടെ മൂടി വച്ചിരിക്കുന്നതെന്ന്. ഇത് കേട്ട ദീക്ഷിത് അന്താളിച്ചു. തൻ്റെ സംശയങ്ങളെയാണ് ഭഗവാൻ പരാമർശിച്ചെന്ന കാര്യത്തിൽ സംശയമില്ല. ദീക്ഷിത് അസ്വസ്ഥനായി. ദീക്ഷിതിനെ ഭഗവാൻ ഇൻ്റർവ്യൂ മുറിയിലേക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ അമ്മാവൻ കാക്കാസാഹിബ് ദീക്ഷിതിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. സ്വാമി ആ ചിത്രം കണ്ട് പറഞ്ഞു: ഇത് നിൻ്റെ അമ്മാവൻ HS ദീക്ഷിതിൻ്റെ ഫോട്ടോയല്ലേ? ഞാൻ ശ്രദ്ധയിലായിരുന്നപ്പോൾ എൻ്റെ ഭക്തനായിരുന്നു. ഇനി നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അതോടെ ദീക്ഷിതിൻ്റെ സകല സംശയങ്ങളും മാഞ്ഞുപോയി. പക്ഷേ ഒരു തീവ്രമായ ആഗ്രഹം മാത്രം പൂർത്തീകരിക്കാതെ ഉണ്ടായിരുന്നു. സത്യഭായിയുടെ വാതിൽ സൂക്ഷിപ്പുകാരനായി സേവനം ചെയ്യണമെന്ന് ദീക്ഷിത് തീവ്രമായി ആഗ്രഹിച്ചിരുന്നു. ഭഗവാൻ അതറിഞ്ഞു. വൃന്ദാവനത്തിൽ അതേ ജോലി നൽകി. ഭക്തൻ്റെ ആഗ്രഹം ഭഗവാൻ പൂർത്തീകരിച്ചു. വൃന്ദാവൻ ഗേറ്റിന് വലതുവശത്തും ഗൃഹത്തിൽ ദീക്ഷിത് താമസിച്ചു. 8 വർഷം കഴിഞ്ഞ് സായിപാദത്തിൽ ലയിച്ചു. 1996 ഒക്ടോബർ 2 എന്നൊരു മംഗളദിനമായിരുന്നു. അഹിനീയമായ സായി കുൽബന്ത് ഹാളിൽ ഭക്തന്മാർ 1008 ജോഡി പാദുകങ്ങൾ പൂജിച്ചു. ഡോക്ടർ DJ ഗാദിയ ആ അവസരത്തിൽ സംസാരിച്ചു. പിന്നീട് ഭഗവാൻ പ്രഭാഷണ വേളയിൽ ഡോക്ടർ ഗാദിയെ പരാമർശിച്ചു. ഡോക്ടർ ഗാദിയ MS ദീക്ഷിതിൻ്റെ പുത്രനാണ്. സിദ്ധിയിലുണ്ടായിരുന്ന കാക്കാ സാഹിബ് ദീക്ഷിതിൻ്റെ കൊച്ചുമകൻ. ഗാദിയ കാക്കാ സാഹിബിനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഗാദിയയുടെ പിതാവ് കാക്കാ സാഹിബിൻ്റെ ഡയറി എന്നെ കാണിക്കുകയുണ്ടായി. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരുവൻ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും സ്വാമി ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഡോക്ടർ ഗാദിയയുടെ പിതാവ് MS ദീക്ഷിത് വൃന്ദാവനത്തിൽ 30 വർഷം താമസിച്ചു. ഈ ഗാദിയെ വൈദ്യശാസ്ത്രം പഠിപ്പിക്കാൻ ഞാനാണ് ദീക്ഷിതിനെ പ്രേരിപ്പിച്ചത്. മണിപ്പാലിൽ അയച്ചത്. പിന്നെ ലണ്ടനിൽ പോകാൻ നിർബന്ധിച്ചു. അങ്ങനെ ഈ വ്യക്തിക്ക് സായിബാബയുമുള്ള ബന്ധം പ്രപിതാക്കന്മാരുടെ കാലം മുതലേ ഉള്ളതാണ്. ഇക്കാര്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബാധകം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കാർക്കും ഇവിടെ ഒരിക്കലും വരുവാൻ ഒരു തരത്തിലും കഴിയില്ല. നിരവധി പൂർവ്വജന്മങ്ങളിൽ സത്കർമ്മങ്ങളിലൂടെ കിട്ടിയ സൗഭാഗ്യം, പുണ്യം ഇതുമാത്രം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പാതയിൽ പ്രവേശിക്കാനായത്. ഇന്ത്യയിൽ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അതിൽ എത്ര പേർക്ക് ഇവിടെ വരാൻ കഴിയുന്നു? പലരും അതിന് തീവ്രമായി കൊതിക്കുന്നു. പക്ഷേ ആഗ്രഹം പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഈ പുണ്യസങ്കേതത്തിൽ നിങ്ങൾക്ക് എത്തുവാനായത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ബാബ സർവ്വവ്യാപി. ടൈറ്റ്മാൻ ജോൺസൺ നോർവീജിയക്കാരൻ. അദ്ദേഹം പുട്ടപർത്തിയിൽ വരാനിടയായി. അദ്ദേഹത്തിന് സഹ്യപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ തടുത്ത് നിർത്താനായി സ്വാമി അദ്ദേഹത്തിന് ഒരു മോതിരം സൃഷ്ടിച്ചു കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശിലൂടെ ഒരു യാത്ര പോയപ്പോൾ ചിറ്റ്ഗോങ് നദിയിൽ ആ മോതിരം നഷ്ടപ്പെട്ടു. മാസം 1 കഴിഞ്ഞു. ടൈറ്റ്മാൻ വൈറ്റ്ഫീൽഡിൽ ഭഗവത് സമീപത്തിൽ നഷ്ടപ്പെട്ട മോതിരം ടൈറ്റ്മാൻ്റെ കയ്യിൽ കൊടുത്തു. സ്തംഭിച്ചു നിൽക്കുന്ന ടൈറ്റ്മാനോട് വിഭു അരുളി: ഈ മോതിരം എൻ്റെ കൈകളിൽ വന്നു. കാരണം ഞാൻ ആ നദിയിൽ അവിടെ ഉണ്ട്. ഈ നദിയിൽ മാത്രമല്ല, എല്ലാ നദികളിലും എല്ലായിടത്തും ഞാനുമുണ്ട്. സ്വാമി സർവ്വവ്യാപി. ഒരിക്കൽ സിദ്ധേശ്വരൻ ദ്വാരകാമയിൽ ഇരിക്കുന്ന സമയം കാൻപൂരിൽ നിന്നൊരു ഭക്ത വന്നു. പ്രണമിച്ച ശേഷം അവർ ഇരുന്നു. മകൻ്റെ പിറന്നാൾ ആഘോഷം നന്നായി നടന്നോ എന്ന് ബാബ തിരക്കി. ഭക്ത പറഞ്ഞു: ആ ദിനം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ചെലവഴിച്ചു. എല്ലാ ബന്ധുക്കളെയും ഞങ്ങൾ ക്ഷണിച്ചു വരുത്തി. സദ്യ യൂട്ടി. അതിനു മുമ്പേ ഭക്ഷണ വിഭവങ്ങൾ വെള്ളിത്തളികയിലാക്കി അവിടത്തേക്ക് സമർപ്പിച്ചു. തളിക പൂജാമുറിയിൽ വെച്ചു. കുറച്ചുകൂടി കഴിഞ്ഞ് പ്രസാദം അതിഥികൾക്ക് കൊടുക്കാനേ പൂജാമുറിയിൽ എത്തിയപ്പോൾ അത് അപ്രത്യക്ഷമായിരിക്കുന്നു. ഞാനും ഭർത്താവും അല്ലാതെ മറ്റാരും പൂജാമുറിയിൽ കയറിയിട്ടില്ല. എങ്ങനെ അത് അപ്രത്യക്ഷമായി? അത് നഷ്ടപ്പെട്ടതിന് ഞങ്ങൾ അസന്തുഷ്ടരായി. ബാബ, എന്നാണ് അങ്ങനെ സംഭവിച്ചത്? സായിബാബ മറുപടി പറഞ്ഞു: നീ ഓർക്കുന്നുണ്ട്, പൂജാമുറിയിൽ നിവേദ്യം വെച്ചിട്ട് എന്നോട് നീ പ്രാർത്ഥിച്ചു, ഈ സന്തോഷ അവസരത്തിൽ കുട്ടിയുടെ പിറന്നാളിന് ഞാൻ നേരിട്ട് വരണമെന്ന്, നിവേദ്യം സ്വീകരിക്കണമെന്ന്. നീ ആഗ്രഹിച്ച പോലെ ഞാൻ അവിടെ വന്നു, എല്ലാം കഴിച്ചു. നീ അത് വിശ്വസിക്കുമോ എന്ന് ഉറപ്പില്ലാത്തതിന് ഞാൻ വെള്ളിത്തലികയും കൊണ്ടുപോന്നു. ഇതാണ് അത്. സ്വാമി കൈ തലയണയുടെ പുറകിലേക്ക് ഇട്ട വെള്ളിപ്പാത്രം വലിച്ചെടുത്ത് അവർക്ക് നൽകി. അവർ അത്യധികം അത്ഭുതപ്പെട്ടു ആഹ്ലാദിച്ചു. അബ്ദുള്ള നിത്യവും നിഷ്ഠയുടെ ദ്വാരകാമയിൽ ബാബ ഇരിക്കുന്നിടത്ത് വൃത്തിയാക്കാറുണ്ട്. കുഷ്യനും വിരിപ്പും എന്നും മാറ്റിയും തിരിച്ചുവിടും. ആ ദിവസം അബ്ദുള്ള അത് ചെയ്തില്ല. മറ്റാരും അത് ചെയ്തു. അവിടെ തളികയുള്ളതായി ആരും കണ്ടില്ല. ഇതെങ്ങനെ ഇപ്പോൾ അവിടെ പെട്ടെന്ന് വന്നു? ഞാൻ സർവ്വവ്യാപി എന്ന് ഭഗവാൻ അരുളുമ്പോൾ ഭഗവാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എനിക്കറിയാം, നിനക്കറിയില്ല.
സത്യസായി ബാബ കേരളത്തിൽ സഞ്ചരിക്കുന്ന സമയം ഭക്തന്മാരുടെ അപേക്ഷപ്രകാരം സ്വാമി തിരുവനന്തപുരത്ത് സമീപമുള്ള ഗ്രാമം സന്ദർശിച്ചു. സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഭഗവന്തം. അടുത്തും അകലെയുമുള്ള ഭക്തന്മാർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമീപം വരുന്ന ഭഗവന്തന് ഭഗവാൻ ഒരു രംഗം കാണിച്ചു കൊടുത്തു. ഒരു വൃദ്ധ വമ്പിച്ച ജനക്കൂട്ടത്തിൽ അവർ ഒരു മൂലയിൽ നിൽക്കുകയാണ്. അവരുടെ നന്നേ ചെറുപ്പകാലം മുതലേ തനിക്ക് അവരെ അറിയാമെന്ന് സ്വാമി പറഞ്ഞു. ഡോക്ടർ ഭഗവന്തം അത്ഭുതപ്പെട്ടു. അദ്ദേഹം മനസ്സിലോർത്തു, ബാബ എത്രയോ ചെറുപ്പം, അവരാകട്ടെ പടുവൃദ്ധയെന്ന കാഴ്ചയിലെ അറിയാം. അവരുടെ ചെറുപ്പകാലം എങ്ങനെ സ്വാമിയെ അറിയും? ഭഗവന്ത സ്വാമിയോട് ചോദിച്ചു. ബാബ അവിടത്തേക്കപ്പോൾ 30 വയസ്സായി. ആ വൃദ്ധ 70കളിലായിരിക്കും. അവിടത്തേക്ക് എങ്ങനെ അവരെ കുട്ടിക്കാലം മുതലേ അറിയാനാകും? പൂർവ്വതാവരത്തിൽ അവരെ തനിക്ക് അറിയാമെന്ന് ബാബ സംശയലേശ്യമെന്നേ വ്യക്തമാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഭഗവന്ത ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അദ്ദേഹം ശാന്തമായി വൃദ്ധയുടെ അടുത്തെത്തി അവരുടെയുമായി സംസാരിച്ചു. പിന്നെ ചോദിച്ചു, അമ്മ ശ്രദ്ധയിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? വൃദ്ധ മറുപടി പറഞ്ഞു, ഞാൻ നന്നേ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ മാമനും പിതാവിൻ്റെ ഇളയ സഹോദരനും ബാബാ ദർശനത്തിനായി എന്നെ ശ്രദ്ധയിൽ കൊണ്ടുപോയി. ബാബ എനിക്കൊരു പതക്കം നൽകി. അതിപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട്. അവർ അത് ഭഗവന്തെ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ സംശയം തീർന്നു. ഈ സംഭവം ഗീതയിൽ ഭഗവാൻ അർജുനനോട് അരുളി ചെയ്ത കാര്യം ഓർമ്മിപ്പിക്കുന്നു. അർജുന, നീ അനശ്വര യോഗം ഞാൻ വളരെ പണ്ട് വിവസ്വാനെ സൂര്യഭഗവാനെ പഠിപ്പിച്ചു. വിവസ്വാൻ മനുവിനും മനു പുത്രനായ ഇക്ഷ്വാകുവിനും അത് ഉപദേശിച്ചു. ഞാനിതാ വീണ്ടും ഈ പുരാതന യോഗം നിനക്ക് നൽകുകയാണ്. അർജുനൻ ചോദിച്ചു, കൃഷ്ണ, സൂര്യഭഗവാൻ പ്രപഞ്ച സൃഷ്ടി മുതലുണ്ട്. അവിടുന്ന് ആകട്ടെ ഇക്കാലത്ത് ജനിച്ചതും അവിടുന്ന് വളരെ പണ്ട് സൂര്യനെ പഠിപ്പിച്ചു എന്ന് എങ്ങനെ സാധ്യമാവും? ശ്രീകൃഷ്ണ ഭഗവാൻ വിശദീകരിച്ചു. ബഹുനി മേ വ്യതിത്യാനി ജന്മാനി തവ ചാർജുന താന്യാഹം വേദ സർവാണി ന ത്വം വേദ പരത്തവ. അർജുന, എനിക്കും നിനക്കും ധാരാളം ജന്മങ്ങൾ കടന്നുപോയി. എനിക്കതെല്ലാം അറിയാം. നിനക്കാകട്ടെ അതറിയില്ല. ഓം ശ്രീ സത്യസായി പരബ്രഹ്മണേ നമഃ. ശാന്തി ശാന്തി ശാന്തി. 2ാം അധ്യായം സമാപ്തം.